വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കാറ്റുറപ്പാക്കിയാൽ പിന്നെ ഒരു തീപ്പൊരിയുടെ ആവശ്യമേയുള്ളൂ ഒരു രാജ്യത്തെ കലാപഭൂമിയാക്കാൻ. വംശീയ വൈരത്തിൽ പുകഞ്ഞുകത്തിയ ബ്രിട്ടനിൽ കഴിഞ്ഞയാഴ്ച സംഭവിച്ചതും അതാണ്. 6-7 വയസ്സുള്ള 3 പെൺകുട്ടികൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ശേഷം പടർന്നു പിടിച്ച അസത്യ പ്രചാരണങ്ങൾ കലാപത്തിന് ഒരു കാരണം മാത്രം. സത്യത്തിൽ വംശീയ വൈരത്താൽ ബ്രിട്ടൻ പുകയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പശ്ചിമേഷ്യയിലും ബംഗ്ലാദേശിലും മറ്റു വിദേശ രാജ്യങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾക്കെല്ലാം അതിരുവിട്ട പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു ബ്രിട്ടനിലെ തെരുവുകൾ. കുടിയേറ്റ വിരുദ്ധ വികാരത്തിനും വൈറ്റ് നാഷണലിസത്തിനും തീ പടർത്തുന്ന പ്രകോപനങ്ങളായിരുന്നു ഇതെല്ലാം. 2024 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വോട്ട് ഫോർ ഇസ്ലാം ക്യാമ്പയിൻ തകർത്തപ്പോൾ മറുവശത്ത് ദേശീയവാദികളുടെ റിഫോം ബ്രിട്ടൻ ചരിത്രത്തിലാദ്യമായി പാർലമെന്റിൽ വൻ മുന്നേറ്റം നടത്തി. പെൺകുട്ടികളുടെ കൊലപാതകത്തിന് ശേഷം പ്രധാന നഗരങ്ങളിലെല്ലാം പടർന്നു പിടിച്ച കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞെങ്കിലും വരും ദിവസങ്ങളിലും അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കുടിയേറ്റമാണ്. ഒടുങ്ങാത്ത കലാപങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് UK-യിലേക്കും യൂറോപ്പിലേക്കും മറ്റും കുടിയേറുന്നവരുടെ ഒഴുക്ക് ശക്തമാണ്. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും തങ്ങളുടെ സ്വസ്ഥ ജീവിതവും സ്വത്വവും നശിപ്പിക്കുന്നുവെന്നാണ് ബ്രിട്ടീഷ് വംശജരിൽ നല്ലൊരു ശതമാനത്തിന്റെയും വളരെ കാലമായുള്ള പരാതി. അതുകൊണ്ട് തന്നെ മനുഷ്യക്കടത്തുകാരുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഒരുവിധ സുരക്ഷയുമില്ലാത്ത ചെറു ബോട്ടുകളിൽ എത്തുന്നവരെ തടയണമെന്ന ആവശ്യവും ഉയരാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഋഷി സുനക് മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ വംശജയുമായ സുവല്ല ബ്രേവർമാൻ നിയമവിരുദ്ധമായ കുടിയേറ്റ ബിൽ എന്ന പേരിൽ പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തത്. കുടിയേറ്റ അനുകൂലികൾ ബില്ലിനെ എതിർത്തപ്പോൾ ഈ രാജ്യത്ത് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സർക്കാരാണെന്നും അല്ലാതെ ക്രിമിനൽ സംഘങ്ങളല്ല എന്നുമായിരുന്നു പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ തുറന്നടിച്ച മറുപടി. യൂറോപ്പിലെങ്ങും കുടിയേറ്റത്തിനും പൊളിറ്റിക്കലിസത്തിനെതിരെയും പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടൻ ഏറെക്കുറെ ശാന്തമായിരുന്നു. പക്ഷേ അത് പുറമേക്കുള്ള ശാന്തത മാത്രമായിരുന്നു. വലതുപക്ഷ യാഥാസ്ഥിതികരായവരുടെ ഉള്ളിൽ കുടിയേറ്റത്തിനെതിരെയുള്ള അമർഷവും വിദ്വേഷവും പുകയുന്നുണ്ടായിരുന്നു. പകയുടെ കനലെരിഞ്ഞ് ആളിപ്പടരാൻ ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു. ശരിയോ തെറ്റോ എന്നുപോലും തിരിച്ചറിയാൻ ശ്രമിക്കാതെ കിട്ടിയ അവസരം അവർ മുതലെടുത്തു. ഒരു ദശാബ്ദത്തിന് ശേഷം ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ച അക്രമാസക്തമായ പ്രതിഷേധ പരമ്പരയാണ് പിന്നീട് ഒരാഴ്ചയോളം അവിടെ നടന്നത്. 6-7 വയസ്സുള്ള ബ്രിട്ടീഷുകാരായ 3 പെൺകുട്ടികളുടെ കൊലപാതകമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജൂലൈ 29 ലിവർപൂളിലെ തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ കുട്ടികൾക്ക് നൃത്തവും യോഗയും പരിശീലിപ്പിക്കുന്ന കേന്ദ്രത്തിലായിരുന്നു കൊലപാതകം. ഇവിടേക്ക് ഓടിക്കയറിയ അക്രമി പെൺകുട്ടികളെ കുത്തിവീഴ്ത്തുകയായിരുന്നു. അക്രമം തടയാൻ ശ്രമിച്ച നൃത്ത അധ്യാപികയ്ക്കും കുത്തേറ്റു. വളരെ പെട്ടെന്ന് തന്നെ കൊലപാതകിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കൗമാരക്കാരനായിരുന്നു. അതുകൊണ്ട് പ്രതിയുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടില്ല. പോലീസ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവച്ചതോടെ വീണ് കിട്ടിയ അവസരമായി ചിലർ അതിനെ കണ്ടു. കൊലപാതകി മുസ്ലിം കുടിയേറ്റക്കാരനാണെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരണം ശക്തമായി. പ്രതിയെ സംബന്ധിക്കുന്ന വ്യാജ വാർത്ത നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി 2 കോടിയോളം പേരിൽ അതിവേഗമെത്തി. ഒരു ബോട്ടിലെത്തിയ രേഖകളൊന്നുമില്ലാത്ത കുടിയേറ്റക്കാരനാണ് പെൺകുട്ടികളെ ആക്രമിച്ചതെന്ന് ഏകദേശം 10 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള US ബ്രിട്ടീഷ് പൗരനും ബോക്സറുമായ ആൻഡ്രൂ ഡേറ്റും എക്സിലൂടെ ആരോപിച്ചു. കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റ വിരുദ്ധ കലാപമായി ബ്രിട്ടനിലെങ്ങും ആളിപ്പടർന്നു. തീവ്ര വലതുപക്ഷ അനുകൂലികൾ നേതൃത്വം നൽകിയ പ്രക്ഷോഭം അതിവേഗം 30-ലേറെ നഗരങ്ങളിലേക്ക് പടർന്നു. മുസ്ലിം ആരാധനാലയങ്ങൾ മാത്രമല്ല ആക്രമിക്കപ്പെട്ടത്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരും ആക്രമണത്തിനിരയായി. 2011 നോർത്ത് ലണ്ടനിൽ ഒരു കറുത്ത വംശജനെ പോലീസ് വെടിവെച്ചു കൊന്നതിനെ തുടർന്നുണ്ടായ കലാപത്തിന് സമാനമായി ബ്രിട്ടൻ മാറി.
കലാപം ആളി പടർന്നപ്പോൾ ഒടുവിൽ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ പോലീസ് കൊലപാതകയുടെ പേര് വിവരം പുറത്തുവിട്ടു. വെയിൽസിൽ ജനിച്ചു വളർന്ന ആഫ്രിക്കൻ വംശജനായ 17-കാരൻ ആക്സൽ റുഡാക്ബാനയായിരുന്നു പ്രതി. പോലീസിന്റെ വെളിപ്പെടുത്തലുകളൊന്നും പ്രക്ഷോഭത്തെ തടയാൻ കഴിഞ്ഞില്ല. UK-യിലെങ്ങും അരങ്ങേറിയത് കുടിയേറ്റ വിരുദ്ധ, മുസ്ലിം വിരുദ്ധ അക്രമ സംഭവങ്ങളായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള നുണപ്രചാരണങ്ങൾ എത്രത്തോളം അപകടമാണെന്നതിന്റെ നേർചിത്രമായിരുന്നു ബ്രിട്ടനെ അശാന്തമാക്കിയ കലാപം. ചാനൽ 3 നൗ എന്ന വെബ്സൈറ്റാണ് ഏറ്റവുമധികം അസത്യപ്രചാരണം നടത്തിയത്. റഷ്യൻ കാർ റാലി വീഡിയോകൾ മാത്രം കാണിച്ചിരുന്ന സൈറ്റ് വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്ന കേന്ദ്രമായി പെട്ടെന്ന് മാറി. ഒപ്പം തീവ്ര വലതുപക്ഷക്കാരും മുസ്ലിം വിരുദ്ധരുമെല്ലാം കൂടി ഒന്നിച്ചതോടെ പച്ചവെള്ളത്തിനും തീപിടിക്കുന്ന വ്യാജവാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിച്ചു. മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന മാസ്ക് ധരിച്ചാണ് പലയിടത്തും അക്രമികൾ അഴിഞ്ഞാടിയത്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ, സണ്ടർലാൻഡ്, ഹൾ, ബെൽഫാസ്റ്റ്, ലീഡ്സ്, ബർമിംഗ്ഹാം, പ്ലിമത്ത് എന്നിവിടങ്ങളിൽ തീവ്ര വലതുപക്ഷക്കാർ നടത്തിയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. പ്രതിഷേധക്കാരും പോലീസും പലയിടങ്ങളിലും ഏറ്റുമുട്ടി. വടക്കുപടിഞ്ഞാറൻ ഇംഗ്ലീഷ് നഗരമായ ലിവർപൂളിൽ കസേരകളും തീപ്പന്തങ്ങളും കല്ലുകളും വലിച്ചെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി ഉദ്യോഗസ്ഥർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു. രാജ്യത്തെത്തുന്ന അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന 2 കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കപ്പെടേണ്ട 30-ലേറെ സ്ഥലങ്ങളുടെ പേര് വിവരം കലാപകാരികൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതായി അധികൃതർ വെളിപ്പെടുത്തി. വടക്കൻ അയർലൻഡ് തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. 50-ലേറെ പോലീസുകാർക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കടകളും അഗ്നിക്കിരയായി. തെരുവുകൾ കൈയടക്കിയ പ്രതിഷേധക്കാർ പലയിടങ്ങളിലും വംശീയ മുദ്രാവാക്യങ്ങളും മുഴക്കി. റോദർഹാമിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ ജനൽ ചില്ലകളും മറ്റും അടിച്ചു തകർത്തു. ലണ്ടനിൽ നടന്ന പ്രതിഷേധത്തിൽ നാസി സല്യൂട്ട് നൽകിയതിന് ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നേരിടേണ്ടി വന്ന ആദ്യ പ്രതിസന്ധിയായിരുന്നു കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭവും അതിനെ തുടർന്നുണ്ടായ കലാപവും. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ തീവ്ര വലതുപക്ഷമാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ ശക്തമായ നടപടിയെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. കലാപകാരികൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലേബർ പാർട്ടി മന്ത്രിമാരും മുന്നറിയിപ്പ് നൽകി. ഇസ്ലാം വിരുദ്ധ, കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുള്ള തീവ്ര വലതുപക്ഷ സംഘടനകളായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെയും ബ്രിട്ടീഷ് മൂവ്മെന്റിന്റെയും ആഹ്വാനങ്ങൾ പ്രക്ഷോഭത്തിന് ഇന്ധനം പകർന്നിരുന്നു. മറ്റൊരു തീവ്ര വലതുപക്ഷമായ പാട്രിയോട്ടിക് ഓൾട്ടർനേറ്റീവിലെ പ്രമുഖ അംഗമായ ഡേവിഡ് മൈൽസും വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് ആരോപണം. തീവ്ര വലതുപക്ഷ സംഘമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ സ്ഥാപകൻ ടോമി റോബിൻസണും ഈ വർഷം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുടിയേറ്റ വിരുദ്ധനുമായ നൈജൽ ഫാരജും പ്രതിയുടെ ശരിക്കുള്ള വിവരങ്ങൾ പോലീസ് സേന മറച്ചുവെക്കുകയാണെന്നാരോപിച്ച് രംഗത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ എരിതീയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടാണ് ശതകോടീശ്വരനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്കിൽ നിന്നുണ്ടായത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ മുസ്ലിങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറുകയും വലതുപക്ഷ അവകാശത്തെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ആഭ്യന്തര കലാപം അനിവാര്യമാണെന്നുള്ള മസ്കിന്റെ പോസ്റ്റുകൾ അന്തരീക്ഷം തണുപ്പിക്കുന്നതിനു പകരം പ്രക്ഷോഭത്തിന് ഊർജം പകരുന്നതായുള്ള വിമർശനമുയർന്നിരുന്നു. ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മസ്ക് വിട്ടുനിൽക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരാഴ്ചയോളം ബ്രിട്ടനെ അശാന്തമാക്കിയ കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ കൈകോർത്ത് 10,000-കണക്കിന് ജനങ്ങൾ സമാധാനാഹ്വാനവുമായി തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭകാരികൾ മാളത്തിലൊളിച്ചു. വിരുദ്ധാശയങ്ങളുള്ള പ്രസ്ഥാനങ്ങൾ പോലും അതെല്ലാം മറന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നിച്ചുകൂടിയതിനെ തുടർന്ന് തെരുവുകൾ ശാന്തമായി. ജനപിന്തുണയില്ലെന്ന് മനസ്സിലാക്കിയ അക്രമികൾ പതിയെ ഉൾവലിയാൻ തുടങ്ങി. പ്രക്ഷോഭത്തെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച 6,000 പോലീസുകാരെ ഭരണകൂടം നിയോഗിച്ചു. അക്രമികളെ അടിച്ചമർത്താൻ സൈനികർ ഉൾപ്പെടെ പ്രത്യേക സേന രൂപീകരിച്ചെന്ന് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ മാധ്യമങ്ങളെ അറിയിച്ചു. കലാപം നടത്തിയ 100-കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ നല്ലൊരു ശതമാനവും 25-ന് താഴെ പ്രായമുള്ളവരായിരുന്നു.
അറസ്റ്റിലായവരെ ശിക്ഷിക്കാൻ മജിസ്ട്രേറ്റ് കോടതികൾ രാവും പകലും പ്രവർത്തിക്കുകയാണിപ്പോൾ. 2-3 വർഷം ശിക്ഷയാണ് കലാപത്തിൽ പങ്കെടുത്തവർക്ക് വിധിച്ചത്. ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് അക്രമികൾക്കെതിരെ കേസെടുത്തത്. അറസ്റ്റിലായവരെ പ്രക്ഷോഭകരെന്നോ ദേശസ്നേഹികളെന്നോ മര്യാദയുള്ള പൗരന്മാരെന്നോ വിളിക്കാനാവില്ലെന്നും അവർ കൊള്ളയും അക്രമവും നടത്തുന്ന ക്രിമിനൽ സംഘങ്ങളാണെന്നും ലണ്ടൻ പോലീസ് കമ്മീഷണർ മാർക്ക് റോലി പറഞ്ഞു. ബ്രിട്ടൻ തൽക്കാലം ശാന്തമായെങ്കിലും കലാപത്തിലേറ്റ മുറിവുകൾ പെട്ടെന്നൊന്നും ഉണങ്ങില്ലെന്നാണ് വിലയിരുത്തൽ.